ബാല്യകാലത്ത് കുരുന്ന മനസ്സുകൾ കേൾക്കേണ്ടി വരുന്ന പ്രഹരം ആ വ്യക്തിയുടെ ഭാവി ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതുവഴി അവരിൽ ഉടലെടുക്കുന്ന ക്രിമിനൽ സ്വഭാവം അഥവാ ക്രിമിനൽ ബിഹേവിയറിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഈ കേസ് സ്റ്റഡിയിൽ വിവരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യുഎസിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ടെഡ് ബണ്ടി എന്ന നീചനായ സീരിയൽ കൊലയാളി ഒരു പേടി സ്വപ്നമായിരുന്നു. ആ സീരിയൽ കൊലപാതകങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശ്യങ്ങൾ മിക്ക സമയത്തും അജ്ഞാതമായിരുന്നു. വാഷിംഗ്ടൺ, ഒഹായോ, കൊളറാഡോ, ഒറിഗോൺ, യൂട്ട, ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ ബണ്ടി ക്രൂരമായ ലൈംഗിക കൊലപാതകങ്ങൾ നടത്തി. ബണ്ടി നടത്തിയ ക്രൂരതയും അക്രമത്തിന്റെ തോതും ലോകത്തിന് മുഴുവൻ ആഘാതകരമായിരുന്നു. തിയോഡർ റോബർട്ട് ബണ്ടി എന്ന ടെഡ് ബണ്ടി 1946 നവംബർ 24-ന് വെർമോണ്ടിലെ ബെർലിംഗ്ടണിൽ ജനിച്ചു. എലീനർ ലൂയിസ് കേവൽ അദ്ദേഹത്തിന്റെ ജൈവിക മാതാവായിരുന്നു. അവിഹിത സന്തതിയായതിനാൽ മുത്തശ്ശിമാർ അവനെ മകനായി വളർത്തുകയും അമ്മ സഹോദരിയാണെന്ന് പറയുകയും ചെയ്തു. 1951-ൽ അയാളുടെ അമ്മ ജോണി ബണ്ടിയെ വിവാഹം കഴിച്ചു. അങ്ങനെ അയാൾ ടെഡ് ബണ്ടി എന്ന പേര് സ്വീകരിച്ചു. പിന്നീട് അവൻ തന്റെ ജനനത്തെക്കുറിച്ചുള്ള സത്യം കണ്ടെത്തി. 1989 ജാനുവരി 23-ന് വധശിക്ഷയ്ക്ക് ഒരു ദിവസം മുൻപ് ഫ്ലോറിഡ സ്റ്റേറ്റ് ജയിലിൽ വെച്ച് ഡോക്ടർ ജെയിംസ് ഡോബ്സണുമായി അദ്ദേഹം തന്റെ അവസാന അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൽ താൻ ഒരു ഉറച്ച ക്രിസ്ത്യൻ കുടുംബത്തിലാണ് വളർന്നതെന്നും തന്റെ കുടുംബം തന്നെ ശാരീരികമായും മാനസികമായും ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ലെന്നും അയാൾ വെളിപ്പെടുത്തി. 1972-ൽ വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്നും മനഃശാസ്ത്രത്തിൽ ബിരുദം നേടി. പിന്നീട് 1973-ൽ യൂട്ട ലോ സ്കൂളിൽ ചേർന്നു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം അയാൾ പഠനം ഉപേക്ഷിച്ചു. കോളേജ് പഠനകാലത്ത് രാഷ്ട്രീയമായും സാമൂഹികമായും സജീവമായിരുന്ന അയാൾ വളരെ ക്രിയാത്മകശാലിയായ ഒരു വ്യക്തിയായിരുന്നു. ടെഡ് ബണ്ടിക്ക് എലിസബത്ത് കോപ്ലറുമായി ദീർഘകാല ബന്ധമുണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ പോലും അവർ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ബണ്ടിയുടെ ജയിൽവാസത്തിനിടെ ഇവർ പിരിഞ്ഞു. അവന്റെ ഇരകളിൽ പലരും അവന്റെ കാമുകിയോട് സാമ്യമുള്ളവരായിരുന്നു. നീണ്ട ഇരുണ്ട മുടിയുള്ള ആകർഷകമായ സ്ത്രീകളെയാണ് അവൻ കൊല്ലാനായി തിരഞ്ഞെടുത്തിരുന്നത്. വിചാരണാവേളയിൽ കോടതിയിൽ വെച്ച് കരോൾ ആൻബോണിനെ വിവാഹം കഴിച്ചു. ജയിലിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് റോസ് ബണ്ടി എന്നൊരു മകൾ ജനിച്ചു. ഡോക്ടർ ജെയിംസ് ഡോബ്സണുമായുള്ള തന്റെ അവസാന അഭിമുഖത്തിൽ ഒരു പരിധിവരെ തന്റെ കുറ്റകൃത്യങ്ങൾക്ക് ഹാർഡ്കോർ അശ്ലീലത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ആ അച്ചടിച്ച വീഡിയോകളിലും ഡിറ്റക്റ്റീവ് മാസികകളിലും ചിത്രീകരിച്ചിരിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ അയാളുടെ ആദ്യകാല ലൈംഗിക ഫാന്റസികൾക്ക് കാരണമായി. ഹാർഡ്കോർ പോണോഗ്രാഫിക്ക് താൻ വളരെയധികം അടിമയാണെന്ന് അയാൾ വെളിപ്പെടുത്തി. കൗമാരപ്രായത്തിൽ പ്രാദേശിക പലചരക്ക് കടകളിൽ നിന്നോ പ്രാദേശിക മയക്കുമരുന്ന് കടകളിൽ നിന്നോ ഈ അച്ചടിച്ച അശ്ലീല വീഡിയോകളോ മാഗസിനുകളോ അയാൾ ശേഖരിക്കാറുണ്ടായിരുന്നു. അയാളുടെ മുത്തച്ഛൻ വളരെ അക്രമാസക്തനും കോപിഷ്ഠനുമായ ഒരു വ്യക്തിയായിരുന്നു. ഇത് അയാളുടെ ബാല്യത്തെ ഗൗരവകരമായി ബാധിച്ചിരിക്കാം. ഇതുമൂലം ചെറുപ്പത്തിൽ തന്നെ മനോരോഗത്തിന്റെ ലക്ഷണങ്ങൾ ബണ്ടിയിൽ പ്രകടമായി. വിദഗ്ധർ മനോരോഗത്തെ നിർവചിച്ചിരിക്കുന്നത് വ്യക്തിത്വ വൈകല്യം എന്നാണ്. മയക്കുമരുന്ന് ഉപയോഗം, ഹാർഡ്കോർ അശ്ലീല സാഹിത്യത്തോടുള്ള ആസക്തിയും ലഭ്യതയും, അവിഹിത കുട്ടിയായതിന്റെ നാണക്കേട്, തിരസ്കരണം, കുടുംബ ദുരുപയോഗം, വ്യക്തിത്വ വൈകല്യം എന്നിവ ടെഡ് ബണ്ടിയുടെ മാനുഷിക വികാസത്തെ രൂപപ്പെടുത്തുന്നതിന് കാരണമായി. ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് അയാൾ മദ്യപിച്ചിരുന്നു. താൻ യുവതികളെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുമ്പോൾ മിക്ക സമയത്തും മദ്യപിച്ചിട്ടാണ് കൃത്യം നടത്തിയിരുന്നതെന്ന് അയാൾ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. മനഃശാസ്ത്ര വിദ്യാർത്ഥിയായതിനാൽ മനുഷ്യ മനസ്സുകൾ വായിക്കാനും ഒരു പരിധിവരെ അവയെ നിയന്ത്രിക്കാനും അയാൾക്ക് കഴിഞ്ഞു. ഇത് ക്രൈം കമ്മീഷനിൽ അദ്ദേഹത്തിന് മുൻതൂക്കം നൽകി. തിയോഡർ റോബർട്ട് ബണ്ടി നിത്യതയുടെ ഏറ്റവും പൈശാചികവും നീചനുമായ പരമ്പരാ കൊലയാളികളിൽ ഒരാളാണ്. 1970-കളിലെ ക്രൂരനായ കൊലപാതകിയും ശവസംഹാരിയും ലൈംഗിക വ്യതിചലനമൊക്കെയായിരുന്നു അയാൾ. അയാളുടെ ആകർഷകമായ രൂപവും ആകർഷകമായ പെരുമാറ്റവും സ്ത്രീകളെ എളുപ്പത്തിൽ അയാളുടെ വലയിലാക്കാൻ സഹായിച്ചു. യുഎസിലെ വിവിധ സംസ്ഥാനങ്ങൾ 1974 മുതൽ 1978 വരെ
ബണ്ടിയുടെ ഭീകര ഭരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1974 ജൂലൈയിൽ ബണ്ടി ജോർഗൻ ഹോക്കിൻസിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. സിയാറ്റിലെ അവളുടെ സൊറോറിറ്റി വീടിന് പിന്നിലെ ഒരു ഇടവഴിയിൽ നിന്നാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്. അവൾ അവന്റെ ആദ്യത്തെ ഇരയായിരുന്നു. 1974 പകൽ സമയത്ത് ലേക്ക് സമേഷ് സ്റ്റേറ്റ് പാർക്കിൽ നിന്ന് 2 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. യൂട്ട ലോ സ്കൂളിൽ നിയമം പഠിക്കുമ്പോൾ എമിഗ്രേഷൻ കന്യോണിലെ നിലവറയ്ക്കുള്ളിൽ വെച്ച് 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. പിന്നീട് അവരുടെ ശരീരം ഛിന്ന ഭിന്നമാക്കി US-ലെ വിവിധ സംസ്ഥാനങ്ങളിലാക്കി. ഏതാണ്ട് 36 സ്ത്രീകളെ കൊലപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെങ്കിലും യഥാർത്ഥ എണ്ണം 100 കവിയുമെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെടുന്നു. 1978 തന്റെ കൊലപാതകത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം തലസാഹിയിലെ ചി ഒമേഗ സൊറോറിറ്റി ഹൗസ് ആക്രമിച്ചു. ഫ്ലോറിഡയിൽ അദ്ദേഹം 2 സോറിറ്റി സഹോദരിമാരെ കൊല്ലുകയും മറ്റ് 3 പേരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കിംബർലി ലീച്ച് എന്ന 12 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് അവന്റെ അവസാന ഇര. 1975 ഓഗസ്റ്റ് 16 യൂട്ട ഹൈവേ പട്രോൾ ഓഫീസറായ സെർജന്റ് ബോബ് ഹോവാർഡ് പുലർച്ചെ 3 മണിക്ക് ഒരു വീടിന്റെ പുറത്ത് ഫോക്സ് വാഗൺ ബീറ്റിൽ പാർക്ക് ചെയ്തിരിക്കുന്നതായി കണ്ടു. അയാൾ കാറിനെ പിന്തുടർന്ന് പിടികൂടി. സെർജിയന്റ് ടെഡിന്റെ കാർ തിരഞ്ഞപ്പോൾ അതിൽ നിന്നും കൈവിലങ്ങുകൾ, ഐസ് പിക്ക്, ഫ്ലാഷ് ലൈറ്റ്, സ്കീ മാസ്ക്, കയർ, പാൻറ്റി ഹൗസ്, കയ്യുറകൾ, ട്രാഷ് ബാഗുകൾ എന്നിവ കണ്ടെടുത്തു. സെർജിയന്റ് ടെഡിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ബോണ്ടിൽ മോചിപ്പിച്ചു. പിന്നീട് ഹോവാർഡ് അദ്ദേഹത്തിന്റെ 2 സഹപ്രവർത്തകരോട് അന്നത്തെ സംഭവങ്ങൾ വിശദീകരിച്ചു. ടെഡും VW ബീറ്റിലും പരിചിതമായി തോന്നിയ അദ്ദേഹത്തിന്റെ ഡിറ്റക്റ്റീവുകൾ വാഷിംഗ്ടണിലെ ഓഫീസർമാരുമായി ബന്ധപ്പെടുകയും ടെഡ് ഒരു പരമ്പരയിൽ സംശയിക്കുന്നവരുടെ പട്ടികയിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 1974 നവംബർ 8 സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് ബണ്ടി കരോൾ ഡറോഞ്ചിനെ തട്ടിക്കൊണ്ടുപോയി. ഡറോഞ്ച് ബണ്ടിയുടെ കരങ്ങളിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ബണ്ടി കേസിൽ ഒരു സാക്ഷി ഉണ്ടാകുന്നത്. പിന്നീട് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൾ അവനെ തിരിച്ചറിഞ്ഞു. പിന്നാലെ ടെഡ് ബണ്ടിയുടെ അറസ്റ്റ്. 1976 മാർച്ച് 1 ടെഡ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 15 വർഷം വരെ തടവിന് ശിക്ഷ വിധിച്ചു. 1977 ജൂണിൽ ടെഡ് ബണ്ടിയെ തന്റെ 2 ലൈംഗിക കൊലപാതകങ്ങളുടെ വിചാരണയ്ക്കായി കൊളറാഡോയിലേക്ക് കൈമാറി. അവൻ അവിടുത്തെ 2ാം നിലയിലെ ജനലിൽ നിന്നും രക്ഷപ്പെട്ടു. അവനെ ആസ്പനിൽ നിന്ന് വീണ്ടും കസ്റ്റഡിയിലെടുത്തു. ഗാർഫീൽഡ് കൗണ്ടി ജയിലിലെ സെല്ലിൽ നിന്ന് അദ്ദേഹം വീണ്ടും രക്ഷപ്പെട്ടു. ശേഷം അടുത്ത 2 മാസത്തിനുള്ളിൽ അദ്ദേഹം 5 സ്ത്രീകളെ ആക്രമിക്കുകയും അവരിൽ 3 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. 1978 ഫെബ്രുവരി 15 രാത്രി മോഷ്ടിച്ച കാറിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടെ ഉദ്യോഗസ്ഥനായ ഡേവിഡ് ലീ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. 2 ദിവസമായിട്ടും അദ്ദേഹം തന്റെ പേര് ഉദ്യോഗസ്ഥനോട് വെളിപ്പെടുത്തിയില്ല. ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് FBI ടെഡ് ബണ്ടിയെ അവരുടെ 10 മോസ്റ്റ് വാണ്ടഡ് ഫ്യൂജിറ്റീവുകളുടെ പട്ടികയിൽ ചേർത്തിരുന്നു. ചി ഒമേഗയിലെ അവന്റെ ഇരകളിൽ ഒരാളുടെ നിതംബത്തിൽ കണ്ട കടിയേറ്റ അടയാളം ഫ്ലോറിഡയിലെ തന്റെ ശിക്ഷാവിധിയിൽ പ്രധാന പങ്ക് വഹിച്ചു. സ്വന്തം അഭിഭാഷകൻ എന്ന നിലയിൽ വിചാരണാ വേളയിൽ അദ്ദേഹം സ്വയം വാദിച്ചു. അദ്ദേഹത്തിന്റെ വിചാരണാ ചരിത്രത്തിലെ ആദ്യത്തെ തത്സമയ സംപ്രേക്ഷണ വിചാരണയായിരുന്നു അത്. തന്റെ ജീവന് വേണ്ടി ബണ്ടി പോരാടി. വളരെ കാലമായി അദ്ദേഹത്തിന്റെ പേരിൽ നിലനിന്നിരുന്ന എല്ലാ ആരോപണങ്ങളും അദ്ദേഹം നിഷേധിച്ചു. ഒരു മിയാമി ജൂറി 1979 ജൂലൈ 24 2 കൊലപാതക കേസുകളിൽ ടെഡ് ബണ്ടിയെ ശിക്ഷിച്ചു. 1980 ഫെബ്രുവരി 7 തട്ടിക്കൊണ്ടുപോകലും ഒരു കൊലപാതക കേസിലും ഒർലാൻഡോ ജൂറി അദ്ദേഹത്തെ ശിക്ഷിച്ചു. ഫ്ലോറിഡയിൽ അവന്റെ ഭീകര ഭരണം ഒടുവിൽ അവസാനിച്ചു. ഫ്ലോറിഡ സ്റ്റേറ്റ് ജയിലിൽ അവനെ ശിക്ഷിക്കുകയും വധശിക്ഷ നൽകുകയും ചെയ്തു. 1989 ജാനുവരി 24 42ാം വയസ്സിൽ ഓൾഡ് സ്പാർക്ലി എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ട്രിക് കസേരയിൽ അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പാക്കി. അയാളുടെ അപ്രതിരോധ്യമായ ചാരുതയും ആകർഷകമായ വ്യക്തിത്വവും
ഈ കുറ്റകൃത്യങ്ങൾ നടപ്പിലാക്കുന്നതിലും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിലും അയാളെ വളരെയധികം സഹായിച്ചു. സൗമ്യമുള്ളതും ആകർഷകമായ സ്വഭാവ ഗുണങ്ങൾ ഉള്ള ഇദ്ദേഹം രാജ്യത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡസൻ കണക്കിന് നിരപരാധികളായ ഇരകളുള്ള ഒരു സീരിയൽ കില്ലറാണെന്ന് ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. ബണ്ടി തന്റെ മനോഹാരിതയെ ശക്തവും ഫലപ്രദവുമായ ആയുധമായി ഉപയോഗിച്ചാണ് പല കുറ്റകൃത്യങ്ങളും നടത്തിയിരുന്നത്. കോടതി മുറിയിലെ പല്ലടിസ്ഥാനമാക്കിയുള്ള വിശകലനം കാരണം 1979 തന്റെ ആദ്യ കൊലപാതക വിചാരണയ്ക്കിടെ ആ ഫ്ലോറിഡ കോടതി മുറിയിൽ ജഡ്ജി കൊവാർട്ടിന്റെയും റിപ്പോർട്ടർ ഡാൻ സെവലിന്റെയും ഒരു കൂട്ടം സ്ത്രീ കാണികളുടെയും മുന്നിൽ തന്റെ പല്ലിന്റെ ഇംപ്രഷനുകൾ ആത്യന്തികമായി അവനെ ഒറ്റിക്കൊടുക്കുന്നത് കാണാൻ ബണ്ടി നിർബന്ധിതനായി. തന്റെ കൊലപാതകത്തിന് ഇരയായ ഫ്ലോറിഡയിലെ സൊറോറിറ്റിയിലെ ഒരു സ്ത്രീയെ അവൻ പലതവണ കടിച്ചു. അസാധാരണമായ ചില ഫോറൻസിക് തെളിവുകൾ അവശേഷിപ്പിച്ചു. അവന്റെ പല്ലിന്റെ പ്രത്യേക അടയാളങ്ങൾ, ഒന്നല്ല ഒന്നിലധികം സെറ്റുകൾ. കുറ്റകൃത്യത്തിൽ ബണ്ടിയുടെ പങ്കാളിത്തത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക തെളിവുകൾ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിൽ ഷെരീഫ് കൽസാരിസ് സോറിറ്റി ഇരകളിൽ ഒരാളുടെ കടിയേറ്റ പാടുകൾ കണ്ടെത്തി. റഫറൻസ് പോയിന്റായി ഒരു സ്കെയിൽ അടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം ഉടൻ ഒരു ചിത്രമെടുത്തു. ഈ അടയാളങ്ങൾ ചില തിരിച്ചറിയൽ സവിശേഷതകൾ വെളിപ്പെടുത്തി. അവ സൃഷ്ടിച്ച പല്ലുകളുടെ കൂട്ടത്തിന് 3 കൊടുമുടികളുള്ള ഇടത് ഇൻസിസറുകളും വ്യക്തമായി വളഞ്ഞ താഴത്തെ പല്ലുകളും ഉണ്ടായിരുന്നു. ഇത് ബണ്ടിയുടെ പല്ലുകളെ കൃത്യമായി വിവരിച്ചു. ഓരോ വ്യക്തിക്കും അവരുടെ പല്ലുകൾ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന സ്വഭാവ സവിശേഷതകളായ ചിപ്പുകൾ, സ്പേസിംഗ്, മറ്റ് വിശദാംശങ്ങൾ എന്നിവയുമുണ്ട്. ബണ്ടിയുടെ കടിയേറ്റതിന്റെ മെഴുക് അച്ചുകളും മൃതദേഹത്തിലെ പ്രിന്റുകളുടെ ഫോട്ടോഗ്രാഫുകളും തമ്മിൽ വളരെയധികം സാമ്യമുണ്ടായിരുന്നു. ഈ നിർണായക തെളിവുകൾ ബണ്ടി കേസിൽ വലിയ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചു. അവർ ബണ്ടിയുടെ കടിയേറ്റ ഇംപ്രഷനുകളുടെ ഒരു വലിയ ഫോട്ടോയും ശരീരത്തിൽ ചിത്രീകരിച്ച അടയാളങ്ങളുമായി താരതമ്യം ചെയ്തു. ഒന്നിനു മുകളിൽ മറ്റൊന്ന് വെച്ചപ്പോൾ അവ പൊരുത്തപ്പെട്ടു. കൂടുതൽ വിശദമായി കാണിക്കാൻ കമ്പ്യൂട്ടർ മെച്ചപ്പെടുത്തിയ ഇമേജറിയും ഉപയോഗിച്ചു. ബണ്ടിയുടെ വിചാരണാ സമയത്ത് ഫോറൻസിക് ഒരു പരിമിതമായ ശാസ്ത്രമായിരുന്നു. കൂടാതെ അവന്റെ കുറ്റകൃത്യങ്ങളുടെ സാമ്പിളുകൾ നഷ്ടപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിരുന്നു. അതിനാൽ ഈ കടിയേറ്റ അടയാളങ്ങൾ, സാക്ഷിമൊഴികൾ, ചില സാഹചര്യ തെളിവുകൾ എന്നിവ ഈ കേസ് വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിച്ചു. ഫോറൻസിക് ദന്തചികിത്സ തികച്ചും ബോധ്യപ്പെടുന്നതായി തെളിഞ്ഞു. എല്ലാത്തിനുമുപരി കടിയടയാള വിശകലനം മറ്റ് തെളിവുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഫോറൻസിക് ഓഡന്റോളജി പരിശോധനകളും അടയാളങ്ങളുടെ അളവുകളും താരതമ്യങ്ങളും വിശകലനവും ജൂറിക്ക് മുന്നിൽ തന്നെ നടത്താം. അതുവഴി അവർക്ക് ഈ പ്രക്രിയയും വിദഗ്ധൻ എങ്ങനെയാണ് ഒരു നിഗമനത്തിലെത്തുന്നതെന്നും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോടതിയിൽ സ്വയം പ്രതിനിധീകരിക്കുമ്പോൾ സാധാരണയായി ആകർഷകമായ പെരുമാറ്റം കാഴ്ചവെച്ചിരുന്ന അദ്ദേഹത്തിന് ഈ തെളിവുകളുടെ കാര്യത്തിൽ സ്വയം പ്രതിരോധിക്കാൻ കഴിയാതെ വരികയും അതിന്റെ അവതരണത്തിന് ശേഷം സാക്ഷ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഫോറൻസിക് ദന്തചികിത്സയുടെ ഫലമായി മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ കുറ്റക്കാരനാണെന്ന് ജൂറി നിർണയിച്ചു. വിരലടയാളം പോലെ വിശ്വസനീയമല്ല കടിയേറ്റ അടയാളമെന്ന് ദന്തരോഗ വിദഗ്ധൻ മൈക്കൽ വെസ്റ്റ് പോലും ഞെട്ടിക്കുന്ന ഒരു സമ്മതം നടത്തി. ഇത് വിരലടയാളം പോലെ വിശ്വസനീയമല്ലെന്നും DNA സയൻസിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ കാരണം കോടതി മുറിയിൽ അതിന് സ്ഥാനമില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നിരുന്നാലും ബണ്ടി കേസിനെ സംബന്ധിച്ചിടത്തോളം ഫോറൻസിക് ഓഡന്റോളജി നിർണായകമായ ഇടപെടൽ നടത്തുകയും അതുവഴി ഒരു കുറ്റവാളിയായ നരഹത്യാഭ്രാന്തനെ വീണ്ടും കൊലപാതകം പോലെയുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. അതില്ലായിരുന്നുവെങ്കിൽ അവൻ കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുകയും വളരെ വിദഗ്ധമായി എല്ലാവരെയും ആകർഷിച്ച് അവൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. നീചനായ ഈ പരമ്പരാ കൊലയാളിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിലും അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുന്നതിലും ഫോറൻസിക് ഓഡന്റോളജി അഥവാ ഫോറൻസിക് ദന്തചികിത്സാ ശാസ്ത്രം വളരെ പ്രാധാന്യമേറിയതും
പ്രശംസനീയവുമായ പങ്ക് വഹിച്ചു.